ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ലണ്ടൻ വിശേഷത്തിലേക്ക് സ്വാഗതം. PAT പാറ്റ് പോർട്ടബിൾ അപ്ലയൻസ് ടെസ്റ്റിംഗ്. നിങ്ങൾ UK ഒരു എഞ്ചിനീയർ ആയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെയെങ്കിലും നേഴ്സുമാരുടെയോ സ്റ്റുഡൻസിൻ്റെയോ അല്ലെങ്കിൽ സ്കിൽഡ് ജോബായിട്ടുള്ള ഏതെങ്കിലും ഹസ്ബൻഡിൻ്റെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഭാര്യയുടെ ഡിപ്പെൻഡൻ്റ് ഭർത്താവായിട്ടാണ് നിങ്ങൾ UK വന്നിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് ഇതുവരെയായിട്ടും ഇലക്ട്രിക്കൽ ഫീൽഡിൽ ഒരു ജോലിക്ക് ഇറങ്ങാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാർക്ക് ഏറ്റവും എളുപ്പത്തിൽ കയറി പറ്റാവുന്ന അല്ലെങ്കിൽ പഠിച്ചു നേടാവുന്ന ഒരു ജോലിയാണ് പാറ്റ്, പോർട്ടബിൾ അപ്ലയൻസ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്വന്തം പ്രൊഫഷനിൽ നമുക്ക് ജോലി ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും. അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഇറക്കിയ അമെൻമെന്റ് 3 കുറിച്ചിട്ട് മീൻസ് 18th എഡീഷന്റെ 19th എഡീഷൻ അല്ല 19th എഡീഷൻ 2 വർഷം കൂടി എടുക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ 18th എഡീഷന്റെ സിറ്റി ആൻഡ് ഗിൽസിന്റെ 18th എഡീഷൻ എക്സാമിനെ കുറിച്ചിട്ട് നമ്മൾ അമെൻമെന്റ് 3 ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ ആ വീഡിയോ ചെയ്തിട്ട് ആ വീഡിയോ കണ്ട് നമ്മുടെ UK ഏകദേശം 10-22 വർഷമായിട്ട് ജോലി ചെയ്യുന്ന ഒരു എഞ്ചിനീയർ തന്നെ വിളിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം തന്ന കുറേ ഇൻഫർമേഷൻ ഒന്ന് കൂട്ടി ഒരു വീഡിയോ ആക്കി ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. അദ്ദേഹത്തിനെ നേരിട്ട് പോയി കണ്ട് ഒരു ഇന്റർവ്യൂ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല ഇതുവരെ. എന്തായാലും അടുത്തിട്ടുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് നമ്മൾ പോയി അദ്ദേഹത്തെ കാണുകയും നമ്മളൊരു ഇന്റർവ്യൂ ചെയ്യുകയും അദ്ദേഹം കുറേ അധികം ഇംപ്രസ്ഡ് ആയിട്ടാണ് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ കുറേ അറിവുകൾ നമുക്ക് നേടാനായിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്തായാലും അദ്ദേഹം പറഞ്ഞു തന്ന കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. എന്തായാലും നമ്മൾ ഒരു ദിവസം അടുത്ത് തന്നെ പോയി ഒരു ഇന്റർവ്യൂ ഒക്കെ ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അറിവുകൾ പുതുതായിട്ട് ഞാൻ വന്നിട്ടുള്ള നമ്മളെ പോലുള്ള ആളുകൾക്ക് എത്രത്തോളം പ്രയോജനകരമാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു തന്ന ഒരു കാര്യമാണ് സിബിയുടെ വീഡിയോസ് ഞാൻ കണ്ടു, 1-2 തവണ ഇപ്പോൾ വീഡിയോസ് കാണാനിടയായി. അപ്പോൾ എനിക്ക് അത് പറഞ്ഞു തന്നെന്ന് തോന്നി. കുറേയുടെ കാര്യങ്ങൾ സിബിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. സിബി ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി 130 പേരായി എന്നൊക്കെ അറിയാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസ് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. കാരണം ഈ പ്രൊഫഷണൽ ജോലിയിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു മാനസിക സംതൃപ്തി നമ്മൾ വേറെ ഏത് ജോലിയിൽ നിന്നാലും കിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു സത്യം. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള ഒരു ചേട്ടൻ സൗദിയിൽ 10 വർഷം ഡിസൈൻ എഞ്ചിനീയറിലുണ്ടായിരുന്നു അദ്ദേഹം. പുള്ളിക്കാരൻ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇതുവരെയായിട്ടും ഒരു ഇലക്ട്രിക്കൽ ഫീൽഡിൽ ജോലിക്ക് കയറാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് എക്സ്പീരിയൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുടെ സ്വന്തം എബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ കഴിവിനെ കൂട്ടാമെന്നല്ലാതെ വേറെ ഇവിടെ UK നമ്മൾ വേറെ ഒരു രാജ്യത്ത് നിന്ന് പറിച്ച് ഇങ്ങോട്ട് വന്ന ആ വ്യക്തിക്കാണെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ഇവർ കൺസിഡർ ചെയ്യില്ല. അപ്പോൾ ഈ പാറ്റ് ടെസ്റ്റിനെ കുറിച്ചിട്ട് സിബി ഒരു വീഡിയോ ചെയ്യണം. അതുപോലെ തന്നെ അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ചേരാൻ പറയേ. അതുപോലെ തന്നെ പേഴ്സണലായിട്ട് എൻ്റെ നമ്പർ വേണമെങ്കിൽ കൊടുത്തോ. താല്പര്യമുള്ളവർക്ക് നമ്മുടെ സമയത്തിനനുസരിച്ച് എന്നാലാവുന്ന സഹായങ്ങളൊക്കെ ചെയ്യാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർട്ടബിൾ അപ്ലയൻസ് ടെസ്റ്റിംഗ്. ഇപ്പോൾ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്നതാണെങ്കിലും അതുപോലെ തന്നെ വീടുകളിലൊക്കെ നമ്മളിപ്പോൾ ഓൺലൈനിൽ വാങ്ങിയിട്ടാണ് ഉപയോഗിക്കുമല്ലേ. പക്ഷെ ഓരോ ഇൻഡസ്ട്രികളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റുകളിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിലൊക്കെ നമ്മൾ ഒരു അപ്ലയൻസസ് ഏത് ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ആണെങ്കിലും അത് എല്ലാ വർഷവും ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് നമ്മളൊരു ഗ്രീൻ ലേബല് നിങ്ങളിപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലെയൊക്കെ ഇലക്ട്രിക്കൽ അപ്ലയൻസസിൽ ജസ്റ്റ് നമ്മളൊന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിലൊക്കെ ഒരു ഗ്രീൻ ലേബൽ അടിച്ചിട്ടുണ്ടാവും. അതിൻ്റെ അകത്തൊരു നെക്സ്റ്റ് ഡ്യൂ ഡേറ്റ്, ടെസ്റ്റിൻ്റെ ഈ പാറ്റ് ടെസ്റ്റ് ചെയ്യണതിൻ്റെ ഡ്യൂ ഡേറ്റ് എന്നാന്നും ചെയ്ത ആളുടെ സൈനും അതിലുണ്ടാവും. അപ്പോൾ ഈ സംഭവം നമ്മൾ ഈ പാറ്റ് എന്ന് പറഞ്ഞ പോർട്ടബിൾ അപ്ലയൻസ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്വാളിഫിക്കേഷൻ നമ്മൾ നേടേണ്ടതായിട്ടുണ്ട്. സിറ്റി ആൻഡ് ഗിൽസ് അത് നടത്തുന്നുണ്ട് എക്സാം. അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വേണ്ട ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് ഞാൻ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചേ, നമുക്കിപ്പോൾ ഈ 18th എഡീഷൻ ഇല്ലാതെ ഇതെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ സിബി 18th എഡീഷൻ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ഒരു റെഗുലേഷൻ ആണ്. അതെല്ലാവരും പഠിച്ചിരിക്കണം. കാരണം ഇലക്ട്രിക്കൽ ഫീൽഡിൽ പോകുന്നവർ എല്ലാവരും ഇനീഷ്യൽ സ്റ്റേജ് 18th എഡീഷൻ ആണ്. അതൊരു മാൻഡേറ്ററി ആണെന്ന് വേണമെങ്കിൽ പറയാം സിബി. അപ്പോൾ അതുകൊണ്ട് 18th എഡീഷൻ എടുക്കണതിൽ ഒരു നഷ്ടം സംഭവിക്കാനില്ല. അതൊരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് എല്ലാ വ്യക്തികളുടെയും ഇതിലുണ്ടാവും. ഇലക്ട്രിക്കൽ ഫീൽഡിലുള്ള ഇലക്ട്രീഷ്യൻ ആയിക്കോട്ടെ, എഞ്ചിനീയർ ആയിക്കോട്ടെ, ഇനി ആരായിക്കോട്ടെ. അപ്പോൾ
NVQ ലെവൽ 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ വൊക്കേഷണൽ ക്വാളിഫിക്കേഷൻ ലെവൽ 3 ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് നാട്ടിൽ നിന്ന് ഒരു 10 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് ഇവിടെ എങ്ങനെ NVQ ലെവൽ നേടാം ചേട്ടാന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഒരു 2-3 മാസം ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേടാവുന്നതുള്ളൂ. അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉള്ള വ്യക്തികളാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിക്ക് പോകാൻ അവസരങ്ങളുള്ളവരാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ NVQ ലെവൽ 3 കോഴ്സ് ചെയ്യുന്ന സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയിട്ട് അവിടെ അപ്രന്റീസ്ഷിപ്പായിട്ട് ചെയ്യുകയോ നമ്മൾ ഫോട്ടോസ് ഇപ്പം അതിനകത്ത് നമ്മൾ ഈ NVQ ലെവൽ 3ക്ക് വേണ്ടിയിട്ട് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്ത് പഠിക്കുമ്പോൾ നമ്മൾ ഫുൾ PPയിൽ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ വേറെ നമ്മുടെ സുഹൃത്തുക്കളെ ആരെങ്കിലും കൊണ്ട് ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ ഓരോ വർക്കുകളുടെയും ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന അനുസരിച്ചിട്ടാണ് ഈ ക്വാളിഫിക്കേഷൻ നമുക്ക് നേടുന്നത്. മീൻസ് വർക്ക് ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മൾ ബൈ ഹാൻഡ് ചെയ്യുന്ന എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. അപ്പോൾ അതിനകത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറെ തിയറി പഠിച്ചിട്ടുണ്ട്, നാട്ടിൽ അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇവിടുത്തെ ക്വാളിഫിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് അവർ ബൈ ഹാൻഡ് എക്സ്പീരിയൻസ് ആണ്. ഈ എന്താ പറയണേ, അദ്ദേഹം സബ്സ്റ്റേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ഭയങ്കര എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ പോലും ചിന്തിക്കാത്ത അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തൊക്കെ ഇപ്പോഴും വരാത്ത കുറേ കാര്യങ്ങൾ ഇവിടെ അവർ ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഞങ്ങൾ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാനും അദ്ദേഹത്തിനെ നേരിട്ടൊരു ഇന്റർവ്യൂ ചെയ്യാനൊക്കെ ഒരു അവസരം അടുത്ത് തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അദ്ദേഹത്തെ കുറിച്ചിട്ട്. NVQ ലെവൽ 3 ക്വാളിഫിക്കേഷൻ നമുക്ക് മസ്റ്റായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിക്കോട്ടെ ആരാണെങ്കിലും NVQ ലെവൽ 3 സിറ്റി ഗിൽസ് എടുക്കാനായിട്ട് എത്രയും വേഗം നമ്മൾ ശ്രമിക്കുക. അതിൻ്റെ ഓപ്ഷനുകൾ എങ്ങനെയൊക്കെയാണെന്ന് പലരോടും ചോദിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് അതിൻ്റെ റൂട്ടിൽ നമ്മൾ പോവുക. പിന്നീട് വേണ്ടത് ടെസ്റ്റിംഗ് ഇൻസ്പെക്ഷൻ്റെ നമുക്ക് അതും സിറ്റി ഗിൽസ് നടത്തുന്നുണ്ട്. 2377 എന്നാണ് അതിൻ്റെ നമ്പർ. അപ്പോൾ ടെസ്റ്റിംഗ് ഇൻസ്പെക്ഷൻ്റെ ക്വാളിഫിക്കേഷൻ നമ്മൾ നേടുക. പോർട്ടബിൾ അപ്ലയൻസസ് ടെസ്റ്റിംഗ് എന്നുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട്. ഇതൊക്കെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഓൺലൈനായിട്ട് കോഴ്സുകളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ എത്രയും വേഗം നമ്മൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇപ്പോൾ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് പാർട്ട് ടൈം ആയിട്ടൊക്കെ പോയി ഒരു സ്ഥാപനത്തിൽ നമുക്ക് പോയി ഒരു ഇത്ര എക്യുപ്മെന്റ്സ് ടെസ്റ്റ് ചെയ്യണതിന് നമുക്ക് ഇത്ര പൗണ്ട് അങ്ങനെയാണ്. അത് മണിക്കൂറിന് അല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു അയൺ ബോക്സ് അല്ലെങ്കിൽ ഒരു ഓവൻ അതുപോലത്തെ ഒരു 10 അല്ലെങ്കിൽ 100 എക്യുപ്മെന്റ് നമ്മൾ ഒരു ദിവസം ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ 100 എക്യുപ്മെന്റിനുള്ള പൈസയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു 5 മണിക്കൂർ നമ്മൾ പോയി ആ ഒരു ഹോസ്പിറ്റലുകളിലെയോ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റുകളിലെയോ അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ നമ്മൾ പോയി നമുക്ക് ചെയ്യാവുന്ന ഒരു ജോബാണ്, സിമ്പിളായിട്ട് നേടാവുന്നതെന്നാണ് എന്നോട് പറഞ്ഞത്. എന്തായാലും ഈ PAT എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീൽഡ് എന്ന് വെച്ചാൽ പോർട്ടബിൾ അപ്ലയൻസ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ലോക്കലായിട്ട് അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ എത്രത്തോളം ആളുകൾ ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് അവിടെ അങ്ങനെ ഒരു ടെസ്റ്റ് പഠിച്ചുകൊണ്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്നൊക്കെ നിങ്ങളൊന്ന് അന്വേഷിക്കുക. എന്തായാലും നമ്മുടെ പ്രൊഫഷനിലേക്ക് പോകാനുള്ള ഓരോ ദിവസം ചെല്ലുന്തോറും ഓരോരുത്തർ സഹായഹസ്തങ്ങളായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. മീൻസ് അത് വലിയൊരു സക്സസ് ആണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, സിബി ഞാൻ ഇത്ര വർഷം പണിയെടുത്തിട്ട് ഒരു മലയാളി കൊളീഗ് എൻ്റെ കൂടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ ഓരോ സൈറ്റുകളിലും ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് ഒത്തിരി പേരെ റിക്വയർമെന്റ് ആയിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ ഇവിടുത്തെ സർട്ടിഫിക്കേഷനും ഉള്ളവരില്ല. അപ്പൊ അത് നേടാനായിട്ട് നമ്മൾ ഇത് നാട്ടിൽ നിന്നൊന്നും ചെയ്തിട്ട് ഇവിടേക്ക് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന്റെ പറച്ചിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഇത് ഇവിടെ വന്ന് നമ്മൾ ഇവിടുത്തെ എക്സ്പീരിയൻസ് ഇവിടുത്തെ PPE ധരിച്ച് അല്ലെങ്കിൽ മീൻസ് ഇവിടെ നമ്മൾ ഒരു സൈറ്റിൽ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കമ്പനിയുടെ കീഴിൽ അപ്രന്റീസ്ഷിപ്പായിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിന്റെ കീഴിൽ നമ്മൾ വർക്ക് ചെയ്ത ഫോട്ടോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ അങ്ങനെ എന്തായാലും ഈ ഒരു ഫീൽഡിൽ നമ്മൾ എത്രയും പെട്ടെന്ന് എത്തിച്ചേരണം എന്നാണ് നിങ്ങളെല്ലാവരും, അതിപ്പോ ആണുങ്ങളായിക്കോട്ടെ പെണ്ണുങ്ങളായിക്കോട്ടെ, ഇവിടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം പെണ്ണുങ്ങൾ എന്ന് പറയാൻ കാരണം നമ്മുടെ നാട്ടിലത്തെ പോലെ ഇവിടെ ഒരു റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ലേഡീസിനാണെങ്കിൽ ഏത് ഫീൽഡിലും ജോലി ചെയ്യാം. അപ്പൊ അങ്ങനെ നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ 1-2 ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് ലേഡീസ് ആയിട്ടുള്ളവർ ചോദിച്ച നമ്പർ എൻ്റെ തന്നിരുന്നു, ആഡ് ചെയ്യാവോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ അവരുടെ ഹസ്ബൻഡുമാരുടെ നമ്പറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ. എനിവേ എന്തായാലും നമുക്ക് പുതിയ അപ്ഡേഷൻസ് ആയിട്ട് പുതിയ വീഡിയോസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ അദ്ദേഹത്തെ എന്തായാലും എത്രയും വേഗം തന്നെ പോയിട്ട് നമുക്ക് വേണ്ട കുറേ അധികം നോളജ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അദ്ദേഹം നമ്മളെ സഹായിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ ഒരു ഇലക്ട്രിക്കൽ ജേർണിയിൽ വേഗം എന്താ പറയുക എല്ലാവർക്കും സക്സസ്ഫുൾ ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരോടും ബൈ.